Individuals join ആവട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് യൂസർ ഇന്റർഫേസ് ഡിസൈൻ. കുറച്ച് റിലേറ്റഡ് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കുക. സ്റ്റേജസ് ഓഫ് യൂസർ ഇന്റർഫേസ് ഡിസൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദ ഡൊമൈൻ ഫോർ whom we are actually going to build the user interface. Based on their knowledge നമുക്ക് എന്ത് ചെയ്യാം, അത് ഐഡന്റിഫൈ ചെയ്യാം. Then interface design, we have to consider different objects and their interactions. Objects എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മേ ബി ഡിഫറെന്റ് മൊഡ്യൂൾസ് ആവാം. Then third phase is about interface construction. User requirements ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. We have to implement a prototype, because using prototype user can identify the workflow, their different sequence, format of input, format of output, everything. Finally we have to validate the designed interface. ഓക്കെ, റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതായിരുന്നു ലാസ്റ്റ് ടോപ്പിക്. Then coming to next topic, it is computer aided software engineering. Right side heading, computer aided software engineering. Some of you may be familiar with the term CAD, computer aided design. Why we are using CAD? Actually it's a designer tool. We can design different machineries like automobile parts and all. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഡിഫറെന്റ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ പർപ്പസിലാവാം, ഫോർ ഡീബഗിങ് പർപ്പസിന് വേണ്ടി ആവാം, ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ടാവാം. അപ്പം എൻ്റയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ് സൈക്കിൾ മീൻസ് ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം റിക്വയർമെന്റ് അനാലിസിസ് ടു ഡെലിവറി വരെയുള്ള ഡിഫറെന്റ് സ്റ്റേജസിൽ നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ആക്ച്വലി എ കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ്. കമ്പ്യൂട്ടർ എയ്ഡഡ് മീൻസ് എല്ലാ പ്രോസസ്സിലും എല്ലാ സൈക്കിളിലും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിലും വി ആർ യൂസിങ് ഡിഫറെന്റ് ടൂൾസ്. ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിക്കേ. ഫോർ എഡിറ്റിംഗ് ദി കോഡ് വി നീഡ് എ ടെക്സ്റ്റ് എഡിറ്റർ ഓർ വി നീഡ് എ ഫ്രെയിം വർക്ക്. ഫോർ പെർഫോമിംഗ് ടെസ്റ്റിംഗ് നമുക്കൊരു ടൂൾ വേണം. ഫോർ സിസ്റ്റം അനാലിസിസ് ചെയ്യുന്നവർക്ക് ടൂൾ വേണം. ടെസ്റ്റേഴ്സ് റിക്വയർ സം ടൂൾ. കോഡിങ്ങിന് വി നീഡ് എ സെപ്പറേറ്റ് ടൂൾ. കമ്പൈലിംഗ്, എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇനി ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വി ഹാവ് മോർ ദാൻ 15 നമ്പർ ഓഫ് ടൂൾസ് റിക്വയർഡ് ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ. മോർ ദാൻ 15 നമ്പർ ഓഫ് ടൂൾസ് റിക്വയർഡ് ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. സോ കമ്മിങ് ടു ദി ടോപ്പിക്, വാട്ട് ഈസ് കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? ഹിയർ വി ആർ ലിസ്റ്റിംഗ് ഔട്ട് ഡിഫറെന്റ് ടൂൾസ് ദാറ്റ് അസിസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഡിഫറെന്റ് ടൂൾസ് ദാറ്റ് അസിസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതർവൈസ് all activities associated with ഇവിടെ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ടൂൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ വേർ വി ആർ ആക്ച്വലി യൂസിങ് ദീസ് ടൂൾസ്? മേ ബി ഫോർ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ്, മേ ബി ഫോർ ഡിസൈൻ ആക്ടിവിറ്റീസ്, മേ ബി ഫോർ പ്രോഗ്രാം ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ടൂൾ വേണം. നോട്ട് ഡൗൺ ചെയ്യാം. ഫോർ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ്, for design, for program development and testing. Okay, so we have computer aided software engineering tools that include design editors, data dictionaries, maybe compilers, debuggers and some system building tools. ഇതൊക്കെ നമ്മൾ നെയിം ആൻഡ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ജസ്റ്റ് നോക്കുക. കമ്പ്യൂട്ടർ എയ്ഡഡ് software engineering tools include some design tools, data dictionaries, compilers, debuggers and some other tools. Just ഒന്ന് നോക്കാം, ഓർത്തിരിക്കാം. Then by using these different tools we can automate some actions. ഡിഫറെന്റ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ടൂൾ യൂസ് ചെയ്താൽ ഹ്യൂമൻ പ്രസൻസ് ഇല്ലാതെ തന്നെ ദേ ക്യാൻ പ്രൊവൈഡ് ഇൻപുട്സ്. അപ്പൊ നമ്മുടെ ആക്ഷൻസ് എന്തായി? കുറച്ചുകൂടി ഫാസ്റ്റ് ആയി.
ദെൻ സ്റ്റാറ്റിക് സിൻടാക്സ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ ഹ്യൂമൻ എന്ത് ചെയ്യണം? ഗോ ഫോർ ലൈൻ ബൈ ലൈൻ കൺസിഡറേഷൻ അയാൾക്ക് ചെയ്യാം. ബട്ട് യൂസിങ് എ സ്റ്റാറ്റിക് ലൈൻ ചെക്കിംഗ് ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ട്, ഒരു ടൂൾ ഉണ്ട് എങ്കിൽ അതിന്റെ സെമാൻറ്റിക്സിലും മീനിങ്ങിലും ഒക്കെ വരുന്ന എല്ലാ ഇറേഴ്സും ആ ഒരു ടൂളിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് സ്റ്റാറ്റിക് അനാലിസിസ് പെർഫോം ചെയ്യാൻ വേണ്ടി വി ക്യാൻ ഗോ ഫോർ എ ടൂൾ. അപ്പം ഹ്യൂമൻ പെർഫോം ചെയ്യുന്ന ആക്ഷൻസ് കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ, ഇറർ ഫ്രീ ആക്കാൻ വി ക്യാൻ ഗോ ഫോർ ഡിഫറെന്റ് ടൂൾസ്. അതൊന്ന് ഓർത്തിരിക്കാം. ഇൻട്രോ ക്ലിയർ ആണോ? അദ്വൈത്, അഞ്ജലി, മസ്ന? Okay, then we are discussing about some face related task. ഓരോ ടാസ്ക് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ our case tool assist different face related task. Software engineering, we have different phases that we know. We have to identify the requirement, we have to specify the requirement. Structured analysis means നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. Then we have to design, coding, we have to perform testing. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് കേസ് ടൂൾസിനെ യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം, we can use case tools for specification, structured analysis, design, coding and testing. ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും ടൂൾ വേണം. Without a text editor we can't type anything. Without a compiler or interpreter we cannot correct our errors and all. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. So we require computer aided software engineering tool for software engineering specification, structured analysis, design, coding and testing. ഒന്ന് എഴുതി വെക്കുക. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യുക? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് ഒന്ന് മനസ്സിൽ ഓർക്കുക. എല്ലാ സ്റ്റേജസിലും ടൂൾ ഉണ്ടെന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു, അത് കറക്റ്റ് ആണ്. അപ്പം എല്ലാ സ്റ്റേജസും ഒന്ന് ഓർത്തിരിക്കുക മനസ്സിൽ. Then we are also using case tool for project management and configuration management. ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ടൂൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതർ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യാനും കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ചെയ്യാനൊക്കെ ടൂൾ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ലൈക്ക് ഡിസൈനിങ്ങും കോഡിങ്ങും ഒക്കെ ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വേറൊരു ടൈപ്പ് ടൂൾ ഉണ്ട്. നമ്മളെ ഷെഡ്യൂൾ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി ഡയഗ്രാം. ഇറ്റ്സ് ഓൾസോ എ ടൂൾ. Then we can go for Gantt chart എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Gantt chart മിനി പ്രൊജക്ട് ഓർ ഡിസൈൻ പ്രൊജക്ട് ചെയ്യുമ്പം എപ്പം നിങ്ങൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. യു ആർ പ്രോപ്പർലി ഷെഡ്യൂളിംഗ് യുവർ വർക്ക് യൂസിങ് എ Gantt chart. Gantt ചാർട്ടിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷെഡ്യൂളിംഗ് വർക്ക് യൂസിങ് Gantt chart കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നോക്കുക. ഓക്കെ, ഡയഗ്രാം അത്ര ക്ലിയർ അല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഈ ഒരു ടൈപ്പ് ഡയഗ്രാം ആയിരിക്കും. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ Gantt chart. ഇത് മീൻ ചെയ്യുന്നത് എന്താണോ, ടോപ്പിൽ നിങ്ങൾക്ക് ഡേറ്റ് ആയിരിക്കും. ഫോർ ഇംപ്ലിമെന്റേഷൻ യു ആർ ടേക്കിംഗ് ദിസ് മച്ച് ടൈം, ഫോർ കോഡിംഗ് യു ആർ ടേക്കിംഗ് ദിസ് മച്ച് ടൈം, ഫോർ ടെസ്റ്റിംഗ് യു ആർ ടേക്കിംഗ് ദിസ് മച്ച് ടൈം. ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടലി പോകുന്നത് ഇറ്റ്സ് ഡേറ്റും ഈ ഒരു ബ്ലൂ മാർക്ക് ഒരു തിക്ക് ഷെയ്ഡ് കണ്ടോ, ആ ഷെയ്ഡ് മീൻ ചെയ്യുന്നത് ഫ്രം ദിസ് സ്റ്റാർട്ട് ടു ദിസ് എൻഡ് യു ആർ ടേക്കിംഗ് ടൈം ഫോർ കോഡിംഗ്. ആ ഒരു പർപ്പസിൽ നമുക്ക് ആക്ടിവിറ്റീസിനെ ഷെഡ്യൂൾ ചെയ്യാം. ദർ വി ആർ യൂസിങ് Gantt chart. അപ്പം ഇങ്ങനെയുള്ള ടെക്നിക്കലി അല്ലാത്ത കുറെ ടൂൾസും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അതർവൈസ് വി ക്യാൻ ഗോ ഫോർ PERT ഡയഗ്രാം. PERT PERT ഡയഗ്രാം നമ്മൾ ഷെഡ്യൂളിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വേണേൽ നോട്ട് ഡൗൺ ചെയ്യാം. PERT ഡയഗ്രാം ഷെഡ്യൂളിംഗ് പർപ്പസ്. Gantt chart
ഷെഡ്യൂളിംഗ് പർപ്പസിനാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ യു ആർ യൂസിങ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ദിൽന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ദിൽന ഇപ്പം കുറച്ചൊന്ന് പുറകോട്ടാണ്, അസൈൻമെന്റ്സ് ഒന്നും കറക്റ്റ് ടൈമിൽ വെക്കുന്നില്ല, റെസ്പോൺസ് കുറഞ്ഞിട്ടുണ്ട്. ദിൽന, വൈ വി ആർ യൂസിങ് കേസ് ടൂൾസ്? കേസ് ടൂൾസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പാസ്സാവണം. എൻ്റെ എയിം അതാണ്, ഓൾസോ നിങ്ങളുടെ എല്ലാവരുടെയും എയിം അതായിരിക്കണം. ദിൽന, വൈ വി ആർ യൂസിങ് കേസ് ടൂൾസ്? സാർ അത് ഡിസൈൻ ഒക്കെ യൂസ് ചെയ്യാനാണ്. Yeah, designing purpose, coding purpose, then എഞ്ചിനീയറിംഗ് for report generation, ഒക്കെ എല്ലാ പർപ്പസിനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഡിസൈൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ, ഡിസൈൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഒക്കെ വരക്കാൻ വേണ്ടി ഡിഫറെന്റ് ടൂൾസ്, ഓൺലൈൻ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ദീസ് ഓൾ ആർ കംസ് അണ്ടർ കേസ് ടൂൾസ്. താങ്ക് യു. കാർത്തിക് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കാർത്തിക് ആൻഡ് സിനാൻ, ക്ലിയർ അല്ലേ കാർത്തിക്? ഓക്കെ അല്ലേ? നമ്മുടെ ക്ലാസ് തീരാറായി കേട്ടോ. വിത്തിൻ 5 or 6 days, ചെറിയ ദിവസം കൊണ്ട് തീരും. എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിയർലി 60 വർക്കിംഗ് ഡേയ്സ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, then coming to next slide. Actually, by using this type of technical tools, we can improve software development and maintenance. നമുക്കറിയാം ഹ്യൂമൻ ഇന്റർവെൻഷൻ മാത്രമാണ് എങ്കിൽ it will take more time. ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡ് ഐഡന്റിഫൈ ദി ഇറേഴ്സ്, സെമാൻറ്റിക്സ് മീൻസ് their meaning, അതൊക്കെ മനസ്സിലാക്കാൻ we take more time. But using software engineering tools, we can improve the quality of the software. We can produce better quality products. Then we can increase productivity. ഇത്രയും കാര്യങ്ങളാണ് റഫ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ്. ഓർത്തിരിക്കാം, ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ്, we can improve quality, we can improve our productivity. ശരിയല്ലേ മുഹമ്മദ് സിനാൻ, നിതിൻ ബാബു? ഓക്കെ, then ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓർത്തിരുന്നിട്ടില്ലെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് ജസ്റ്റ് പോവാം. We can classify case tools based on their functional perspective, then process perspective and their integration perspective. ഡിഫറെന്റ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതിനെ ഓരോന്ന് ചാർട്ടിലേക്ക് നമ്മൾ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റഫായിട്ട് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് നിങ്ങൾ ഓർക്കുക, ഇൻ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. ഫസ്റ്റ് പോയിന്റ്, ഇൻ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്, some tools are specifying according to their specific function. According to their specific function, നമ്മൾ അതിനെ ഫങ്ഷണൽ പെർസ്പെക്റ്റീവിൽ ക്ലാസിഫൈ ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. Here we have an example like PERT tool. PERT, PERT എന്ന് വെച്ചാൽ ഷെഡ്യൂളിംഗ്, സോഫ്റ്റ്വെയർ ഷെഡ്യൂളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് PERT. PERT ടൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാനിംഗ് ടൂൾ. Then next, ടെക്സ്റ്റ് എഡിറ്റേഴ്സ്, ഡയഗ്രാം എഡിറ്റേഴ്സ്, വേർഡ് പ്രോസസ്സേഴ്സ്, ഇതൊക്കെ വരുന്നത് ഫങ്ഷണൽ പെർസ്പെക്റ്റീവിലാണ്. ഇപ്പൊ ഫങ്ഷണൽ പെർസ്പെക്റ്റീവിൽ വി ഹാവ് പ്ലാനിംഗ് ടൂൾ ആൻഡ് എഡിറ്റിംഗ് ടൂൾ. പ്ലാനിംഗ് ടൂൾ ആൻഡ് എഡിറ്റിംഗ് ടൂൾ. ഓക്കെ, ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് ഓർത്തിരിക്കുക. ദെൻ ഈ ഒരു ടേബിള് നോക്കുക. വി ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾ. ഇതൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ലിസ്റ്റ് ഔട്ട് ചെയ്യും ആൻഡ് ഹാവിംഗ് ദർ എക്സാമ്പിൾസ്. ഫോർ പ്ലാനിംഗ് പർപ്പസ് വി ക്യാൻ ഗോ ഫോർ PERT. ഇതൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ, എപ്പോൾ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ള പ്ലാൻ ആണ്. PERT ഒരു എക്സാമ്പിൾ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ടൈം കിട്ടുവാണെങ്കിൽ. ഔട്ട് ഓഫ് സിലബസ് ആണ്, എന്നാലും നോക്കാം. ദെൻ എസ്റ്റിമേഷൻ ടൂൾ, ഓൾസോ യൂസ്ഡ് ഫോർ പ്രൊജക്ട് ഷെഡ്യൂളിംഗ്. ആൻഡ് വി ക്യാൻ ഗോ ഫോർ സ്പ്രെഡ്ഷീറ്റ്. ടൈമിൽ ടാസ്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വി ക്യാൻ ഗോ ഫോർ സ്പ്രെഡ്ഷീറ്റ് ആസ് എ പ്ലാനിംഗ് ടൂൾ. For editing purpose, we have text editors, diagram editors and word processors.
then change management tool, prototyping tool, method support tool, language processing. We are familiar with the language processing. Here we have compilers and interpreters. Then some program analysis tool, testing tools, test data generators, file comparators. We have some debugging tools. We have some documentation tools. Then re-engineering tools. Like we have many number of tools that we are using in software engineering. എല്ലാം ഓർത്തിരിക്കണ്ട. You can go for planning tools like prototyping tools, then testing tools. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. All these tools we are using for software engineering. Raisa, Riswin and Roshan. ഓക്കെ, നമ്മൾ കാറ്റഗറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. now see clear അല്ലേ? Then next category we discussed about functional perspective. Then coming to process perspective. ഡിഫറെന്റ് പ്രോസസ് ആക്ടിവിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ടെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഫങ്ഷണൽ ചെയ്യുന്ന ടാസ്ക് തന്നെ നമ്മൾ ഓരോ പ്രോസസ്സിലും യൂസ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ടെക്സ്റ്റ് എഡിറ്റിംഗ് ടൂൾ ഫോർ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ, കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. ഇവിടെയൊക്കെ നമ്മൾ ഓരോ പ്രോസസ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. കേസ് ടൂൾസ് യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പ്രോസസ് ആൻഡ് ആക്ടിവിറ്റീസ്. എസ്റ്റിമേഷൻ, നേരത്തെ പറഞ്ഞ എസ്റ്റിമേഷന് പെർട്ട് ഡയഗ്രാം, ഗാൺ ചാർട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്റിംഗ് ഓൾസോ എ പ്രോസസ്. ദെൻ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ, കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. പ്രോസസ് ഫേസസ് സപ്പോർട്ട്, number of case tools like estimating, text editing purpose, document preparation, then configuration management. Few points note down cheya. Okay, then next adine associate cheyunna oru diagram aanu. Screen ഒന്ന് നോക്കാം. Here last നോക്കാം. നിങ്ങൾ ഇവിടെ നോക്കുക. Here we have specification, design, implementation and verification. ഇതാണ് ഡിഫറെന്റ് പ്രോസസ്. We are discussing about process tools. നോക്കുക, സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, വെരിഫിക്കേഷൻ. ഇതൊക്കെ ഡിഫറെന്റ് പ്രോസസ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ. സ്ക്രീൻ പോയോ? ഹലോ, ഞാൻ അതായത് സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തുപോയി. ഓക്കെ അല്ലേ? കീർത്തന, കാർത്തിക്. ഓക്കെ, പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തുപോയി. ഓക്കെ, നിങ്ങൾ നോക്കുക. വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രോസസ് ടൂൾസ്. ഹിയർ വി ഹാവ് ഡിഫറെന്റ് പ്രോസസ് ലൈക്ക് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വി ആർ ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് പ്രോസസ്. സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അതാണ് എക്സ് ആക്സിസിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ when we are using planning, എന്തെങ്കിലും പ്ലാനിംഗ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ that require in specification stage, planning tool require in design stage, planning tool require in implementation stage, planning also require in verification. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ടൂൾ ആണ്. എല്ലാ സ്റ്റേജിലും അത് യൂസ് ചെയ്യണം. സോ 4 പോയിന്റിലും ഡോട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇൻ ഓൾ സ്റ്റേജസ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലൈഫ് സൈക്കിൾ വി നീഡ് പ്ലാനിംഗ് ടൂൾ. ഓൾസോ വി നീഡ് എഡിറ്റിംഗ് ടൂൾ. നോക്കുക, സ്പെസിഫിക്കേഷൻ എഡിറ്റ് ചെയ്യണേൽ, ഡിസൈൻ നോട്ട് ചെയ്യാൻ, ഇംപ്ലിമെന്റേഷൻ നോട്ട് ചെയ്യാൻ. ഫോർ വെരിഫിക്കേഷൻ ഓൾസോ വി നീഡ് എഡിറ്റിംഗ് ടൂൾ. ഡോക്യുമെന്റേഷൻ, ഓൾ സ്റ്റേജ് വി ഹാവ് ടു പ്രോപ്പർലി ഡോക്യുമെന്റഡ്. സോ വി റിക്വയർ ഡോക്യുമെന്റേഷൻ ടൂൾ ഇൻ every stages. Change management tool. Change management tool means configuration management tool ആണ്. If there is any change happened in software engineering, we have to properly document all the information. So change management tool that we are using in specification, design, അതൊക്കെ ഓർത്തിരിക്കുക. Similarly, prototyping tool, specification time, then verification time, then method support tool. എവിടെയൊക്കെ നമ്മൾ
different process we have listed in x-axis. We have listed some engineering tools in y-axis. നമ്മളൊരു രണ്ടോ മൂന്നോ എക്സാമ്പിൾസ് ബ്ലാക്ക് സ്പോട്ട്സ് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ബേസ്ഡ് ഓൺ പ്രോസസ് പെർസ്പെക്റ്റീവ്. ഓക്കെ അല്ലേ? റിസ്വിൻ, ശ്രദ്ധ, വൈഷ്ണവി, സംഗീത്. സർ ഓക്കെയാണ്. Okay, thank you. Okay, then we can classify our case system into tools, work benches, environment. ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ല കേട്ടോ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമുക്ക് ഓർത്തിരിക്കാം. ഫഗേറ്റ ഈസ് എ മാൻ, ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഭയങ്കര ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് 1982 സംതിങ് എഡ്യൂക്കേറ്റഡ് ആയ ഒരു വലിയൊരു മനുഷ്യനാണ്. കുറെ കോൺട്രിബ്യൂഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ചെയ്ത ഒരു മനുഷ്യൻ. സോ ഹി ക്ലാസിഫൈഡ് കേസ് സിസ്റ്റംസ് ഇൻടു ടൂൾസ്, വർക്ക് ബെഞ്ചസ് ആൻഡ് എൻവയോൺമെന്റ്സ്. ടൂൾസ് ജസ്റ്റ് പറഞ്ഞു പോകാം, ഇമ്പോർട്ടൻ്റ് അല്ല. ടൂൾസ്, വർക്ക് ബെഞ്ചസ് ആൻഡ് എൻവയോൺമെന്റ്സ്. ടൂൾസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ, കമ്പൈലിംഗ് പ്രോഗ്രാം, കമ്പയർ റിസൾട്ട്, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിനെ നമ്മൾ ടൂൾ എന്ന് പറയുന്നു. ദെൻ വർക്ക് ബെഞ്ചസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷനും ഡിസൈനും വേണ്ടി യൂസ് ചെയ്യുന്നതിനെ നമ്മൾ വർക്ക് ബെഞ്ചസ് എന്ന് പറയുന്നു. ദെൻ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ വർക്ക് ബെഞ്ചസ് സ്പെസിഫിക്കേഷനും ഡിസൈനിങ് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിന്റെ ഒരു കളക്ഷനെ അയാൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് സം സ്പെസിഫിക്കേഷൻ ടൂൾസ് ആൻഡ് ഡിസൈൻ ടൂൾസ്. അതാണ് ഒരു എൻവയോൺമെന്റ്. അവിടെയാണ് നമ്മൾ ആക്ച്വലി ക്രിയേറ്റിംഗ് എ സോഫ്റ്റ്വെയർ. സോ വി ക്യാൻ സേ ഇറ്റ് ആസ് എൻ എൻവയോൺമെന്റ്. There include some specification tools and design tools. Separately, tools category അയാൾ ലിസ്റ്റ് ഔട്ട് ചെയ്തത്, it is used to checking the consistency of design, compiling and comparing test result. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിസൈനിങ്ങിന് കമ്പയർ ചെയ്യാൻ വേണ്ടി, ഇററാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി, റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതിനെ അയാൾ ടൂൾ എന്ന് പറഞ്ഞു. ദെൻ ലിസ്റ്റഡ് സെക്കൻഡ് കാറ്റഗറി ആസ് വർക്ക് ബെഞ്ചസ് ആൻഡ് ദെൻ എൻവയോൺമെന്റ്. കളക്ഷൻ ഓഫ് വർക്ക് ബെഞ്ചസിനെ അദ്ദേഹം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വി ആർ കമ്മിങ് ടു കേസ് ബിൽഡിംഗ് ബ്ലോക്സ്. സിലബസ് ടോപ്പിക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സെക്കൻഡ് ടോപ്പിക്സ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, വി കാറ്റഗറൈസ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്, പ്രോസസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ആൻഡ് വി ഹാവ് ഐഡന്റിഫൈഡ് ഡിഫറെന്റ് ടൂൾസ് യൂസ്ഡ് ഫോർ റിക്വയർമെന്റ്, ഡിസൈൻ, അങ്ങനത്തെ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മുടെ സിലബസ് ടോപ്പിക് ആണ് കേസ് ബിൽഡിംഗ് ബ്ലോക്സ്. കേസ് ബിൽഡിംഗ് ബ്ലോക്സ്, ഈ ഒരു ഡയഗ്രാം, കേസ് ബിൽഡിംഗ് ബ്ലോക്സ്. ഒരു കേസ് ടൂൾ മാത്രം പോരാ, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ കേസ് ബിൽഡിംഗ് ബ്ലോക്സിൽ ചോദിക്കുന്നത്. യു ക്യാൻ എക്സ്പെക്ട് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് മൊഡ്യൂൾ ലൈക്ക് എക്സ്പ്ലെയിൻ കേസ് ബിൽഡിംഗ് ബ്ലോക്സ്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതർവൈസ് റൈറ്റ് എ നോട്ട് ഓൺ കേസ് ബിൽഡിംഗ് ബ്ലോക്ക്, അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേസ് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ എൻവയോൺമെന്റ് ആർക്കിടെക്ചർ. എൻവയോൺമെന്റ് ദിസ് ഈസ് ഡയഗ്രാം റെപ്രസെന്റിങ് കേസ് ബിൽഡിംഗ് ബ്ലോക്ക്. എവിടെയാണ് നമ്മൾ കേസ് ബിൽഡ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾ ബിൽഡ് ചെയ്യുന്നത്, അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം മാത്രമാണിത്. ഓരോ ഫീൽഡും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് കേസ് ബിൽഡിംഗ് ബ്ലോക്ക്. നമുക്കിത് ഇന്ന് പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ എൻവയോൺമെന്റ് ആർക്കിടെക്ചർ. എന്താണ് എൻവയോൺമെന്റ് ആർക്കിടെക്ചർ? ഹൈഫൺ ഇട്ട് എഴുതുക. കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ആൻഡ് സിസ്റ്റം സപ്പോർട്ട്. ഹാർഡ്വെയർ consist of hardware platform and system support. Required to build a case tool. അപ്പം ഒരു കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സം ഹാർഡ്വെയർ വേണം. സം മെമ്മറി റിക്വയർമെന്റ് വിൽ ബി ദർ, പ്രോസസിംഗ് സ്പീഡ് വിൽ ബി ദർ. അങ്ങനെ ഹാർഡ്വെയർ റിക്വയർമെന്റ് വേണം. അതിനെ നമുക്ക് എന്ത് പറയാം? എൻവയോൺമെന്റ് ആർക്കിടെക്ചർ എന്ന് പറയാം. സോ ഇൻ ഓർഡർ ടു ബിൽഡ് or install a case tool, we need an environment or some hardware specification that included in environment architecture. This combo consists of hardware platform and some system support.
maybe like networking software, data management software, etc. In order to install a case tool, we require an environment or hardware, maybe some networking parts or database management. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു എൻവയോൺമെന്റ് നമുക്ക് വേണം. ഇതാണ് എൻവയോൺമെന്റ് ആർക്കിടെക്ചറിൽ വരുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് അത് മീൻ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ടും ഇൻ ഓർഡർ ടു ഇൻസ്റ്റാൾ എ സോഫ്റ്റ്വെയർ we require an operating system and a hardware platform. അത്രയേ ഉള്ളൂ സംഭവം. We require an operating system and a hardware platform. Without an operating system, we can't work with a computer. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. So, we need an operating system and their hardware platform. Note down ചെയ്യാം. Then ഈ ഒരു പാർട്ട് പ്രോബബിലിറ്റി അല്ല കേട്ടോ, പോർട്ടബിലിറ്റി എന്നാണ്. പോർട്ടബിലിറ്റി സർവീസ് എന്നാണത്. പോർട്ടബിലിറ്റി സർവീസ്. പോർട്ടബിലിറ്റി സർവീസസ്. Portability. Portability services. In case building block, we have portability services. It helps to migrate between different hardware platform and operating system. It helps to migrate our case tool. Maybe we are using case tool in our Linux based system, maybe in Windows based system, or in different hardware environment. ചിലപ്പോൾ 2GB RAM support ചെയ്യുന്ന machine, otherwise 4GB RAM support ചെയ്യുന്ന machine. So portability service നമുക്ക് helpful ആണ് എന്തിന്? In order to migrate or move our case tool from one working environment to another. Portability service allow case tools and their integration framework to migrate across different hardware platform. Migrate our case tools from one hardware platform to another. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പോയിന്റ് അവിടെ എഴുതി വെക്കുക. വൈഷ്ണവി, ഷഹലായൻ, റസാന, നിഹാല, ക്ലിയർ അല്ലേ? കീർത്തന, ജസ്ന, ഷെറിൻ. പോർട്ടബിലിറ്റി സർവീസ് നമ്മളെ കേസ് ടൂളിനെ വൺ എൻവയോൺമെന്റ് നിന്ന് വേറൊരു എൻവയോൺമെന്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ജസ്ന, ഷെറിൻ, താങ്ക് യു. ഷഹല, ജസ്ന, വൈഷ്ണവി, ഓക്കെ. റസാന, നിഹാല, ഓക്കെ. അപ്പൊ പോർട്ടബിലിറ്റി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ കമ്മിങ് ടു ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക്. ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക. ഇൻ ഓർഡർ ടു പെർഫോം എഡിറ്റിംഗ് ഓപ്പറേഷൻ വി ആർ യൂസിങ് ടെക്സ്റ്റ് എഡിറ്റർ ലൈക്ക് edit plus is there, turbo C also an editor integrated with a compiler. Then VI in Linux we are using VI tool for text editing. Then നമ്മൾ അതിനെ കമ്പൈൽ ചെയ്യണം എങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇന്റഗ്രേറ്റ് അവർ ടെക്സ്റ്റ് എഡിറ്റർ വിത്ത് കമ്പൈലർ മൊഡ്യൂൾ. സപ്പോസ് ഇന്റർപ്രിറ്റേഷൻ ആണെങ്കിൽ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഇന്റർപ്രറ്റർ വിത്ത് അവർ ടെക്സ്റ്റ് എഡിറ്റർ. അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ടൂൾസ്. ആ ഒരു പാർട്ട് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക് ആണ്. ഒന്നുകൂടി പറയാം, ഡിഫറെന്റ് programs with different tools we are actually using. One tool need to communicate with another. Clear അല്ലേ? One tool need to communicate with another. നിങ്ങൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുന്നു ക്രിയേറ്റ് ഡാറ്റാബേസ്. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങ് MySQL ഒരു ഡാറ്റാബേസ് ഉണ്ടാവണം. ഇറ്റ് ഹാവ് ടു പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ ടൂൾ. ഈ ഒരു ആക്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക് ആണ്.
ഓക്കെ, ഹൈഫൺ എഴുതാം. ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക് ഈസ് എ കളക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം. It's a collection of specialized program that enable individual case tool to communicate with one another. Collection of special program that enable individual case tool to communicate with one another. Adarsh V തീരാനാകുമ്പോൾ വന്നിട്ടുണ്ട്. Then Advaid Ajmal. Clear ആണോ? Agil C. Paul. Anaka. Okay. On the top, ഏറ്റവും ടോപ്പിൽ what we have our case tool. ഏറ്റവും ടോപ്പിൽ case tool ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, on the top we have editing tool, compiling tool, text editing tool. എല്ലാ ടൂളും ഉണ്ട്. ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക് allow them to communicate each other. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. Then with the help of a tool we can migrate from one hardware system to another hardware system. We are migration. നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും പറ്റി. We have suitable operating system and hardware platform. Because of that, we can install our case tools and integration framework into our system. Adum possible ആയി. Then system is providing an environment or architecture. Environment means maybe some networking support, maybe some database. എന്താണോ അത് providing. Our system is providing an environment to install all those things. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു കേസ് ടൂൾ ഒക്കെ പ്രോപ്പർ ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യാൻ പറ്റി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് കേസ് ബിൽഡിംഗ് ബ്ലോക്സ്. ഓൾ അബൌട്ട് കേസ് ബിൽഡിംഗ് ബ്ലോക്സ്. നമുക്ക് ടോപ്പിക് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സ്ലൈഡ് വഴി പോയിട്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലോസ് ഔട്ട് വിത്ത് കേസ് ബിൽഡിംഗ് ബ്ലോക്സ്. ഓരോ ഫീൽഡ് ഓർത്തിരിക്കുക. ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻക്ലൂഡിംഗ് കേസ് ടൂൾ, ഇന്റഗ്രേഷൻ ഫ്രെയിംവർക്ക്, പോർട്ടബിലിറ്റി സർവീസസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ആൻഡ് എൻവയോൺമെന്റ് ആർക്കിടെക്ചർ. ഓക്കെ, റെക്കോർഡ് ക്ലോസ് ചെയ്യാം.